യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിൽ അടിയന്തര ഇടപെടൽ തേടി കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര തലത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച. വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള 5 എംപിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനും കത്തയച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, എപ്പോഴാണ് കെ രാധാകൃഷ്ണൻ എം പി വിദേശകാര്യമന്ത്രി കാണുന്നത്? വെരി ഗുഡ് മോർണിംഗ് SKN. കെ രാധാകൃഷ്ണൻ എം പി നിമിഷപ്രിയ വിഷയത്തിൽ ഇന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നു. എന്നാൽ സമയം ഇതുവരെയും ഒരു അന്തിമമായ സമയം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും കൂടിക്കാഴ്ച ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്കായുള്ള ആശയവിനിമയങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമായും നിമിഷപ്രിയ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ അത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ദയാധനം നൽകാൻ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ്. അതിനായുള്ള മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എങ്കിൽ പോലും യമനിലെ ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതിനുള്ള സൗകര്യം വിദേശകാര്യ മന്ത്രാലയമാണ് ഒരുക്കേണ്ടത്. അതിനായുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും വേണം. ഒപ്പം തന്നെ യമനിലേക്ക് പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഇന്ത്യയിൽ നിന്നും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആവശ്യങ്ങളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ കെ രാധാകൃഷ്ണൻ എം പി ഉന്നയിക്കുക. അതേസമയം ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ അടക്കമുള്ള 5 എംപിമാർ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. കൂടുതൽ പേർ ഈ വിഷയത്തിൽ ഇടപെടും എംപിമാർ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാകട്ടെ സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചത് അടക്കമുള്ള നടപടികൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും എന്ത് നടപടികളാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇതുവരെ സ്വീകരിച്ചത് എന്നുള്ളത് അറിയിക്കണം. ഈ വിഷയത്തിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തിങ്കളാഴ്ച കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറ്റോർണി ജനറൽ മുഖേനയാണ് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിക്കേണ്ടത്. അതിനു മുമ്പായി തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് കെ രാധാകൃഷ്ണൻ നടത്തുന്ന കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാകും. അതേസമയം യമനിലും ഈ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനായുള്ള ചർച്ചകൾ തുടരുകയാണ്. യമനിൽ മടങ്ങിയെത്തിയിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു ദയാധന പാക്കേജ് തലാലിൻ്റെ കുടുംബത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതിൽ പ്രധാനമായും $1 ബില്യൺ കൂടാതെ ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരുന്നത്. അതിൽ തലാലിൻ്റെ കുടുംബാംഗങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അനുകൂലമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് സാമുവൽ ജെറോം അറിയിക്കുന്നത്. എന്നാൽ അവർ ഒരു മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. അവരെ അനുനയിപ്പിച്ച് എല്ലാവരെയും ഒരുമിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക, നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിക്കൊണ്ട് ആ ദയാധനം സ്വീകരിക്കാനുള്ള ചർച്ചകൾ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. ആ ശ്രമങ്ങൾക്കൊപ്പം തന്നെ ഇറാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് അറിയിച്ചിരുന്നതാണ്. മനുഷ്യപരമായ സാഹചര്യം മുൻനിർത്തിയാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ വഴിയുള്ള ചർച്ചകൾ അതിനുള്ള ശ്രമങ്ങളും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അറിയിക്കുന്നത്. തീവ്രമായി ഈ ശ്രമങ്ങൾ തുടരുകയാണ്. ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ ഘട്ടത്തിൽ കാണുന്നത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി.